ചുറ്റുള്ള കറങ്ങലും തിരിയലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നോക്കിയപ്പോൾ ദാ നിൽക്കുന്നു ഒരു ഗൊറില്ലയും പാണ്ടയും. അവർ നെഞ്ചിലൊരു കറുത്ത കളർ ഒരു ഇത് കാണുന്നുണ്ട്, ചെറിയൊരു സ്ക്വയർ പോലെ. അതിലൂടെയാണ് കേട്ടോ അവർ കണ്ണ് ഇട്ടിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും. കുട്ടികളെ കൂട്ടായിട്ട് കാണുമ്പോൾ അവർ വന്ന് പേടിപ്പിക്കുന്നുണ്ട്. ഒരു കുട്ടി നിന്ന് ഈ ഗൊറില്ലേനെ നോക്കിക്കൊണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അത് വന്നൊരു ഒറ്റ ചാട്ടം. ആ കുട്ടി ഓടിയ വഴി ഞങ്ങൾ കണ്ടില്ല കേട്ടോ. അതിൻ്റെ അമ്മയെടുത്ത് ഓടിയത് കരഞ്ഞപ്പോൾ. സുബുരു വട്ടിട്ട് നോക്കിക്കൊണ്ടിരിക്കുക, അതിനൊന്ന് തൊടാൻ പറ്റുമോ ഒരു ഷേക്കിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് അങ്ങോട്ട് തിരിയുമ്പോൾ സുബുരു പേടിച്ച് പുറകിലോട്ട് പോട്ടാ. അവസാനം അതിൻ്റെ കൈയൊക്കെ പിടിച്ച് വലിച്ചു. സുബുരു ധൈര്യത്തോടു കൂടി അതിൻ്റെ കൈയൊക്കെ പിടിച്ചു. അത് വേഗം കൈ മടക്കി നിന്നു. ഇനിയിപ്പോൾ അതിനെ പേടിച്ചിട്ടാണോ സുബുരുവിനെ പേടിച്ചിട്ടാണോ എന്നറിയില്ല. എല്ലാ പിള്ളേരും പിന്നെ നേരെ പോയി പാണ്ടേനെ തോണ്ടലും പിടിക്കലും ഒക്കെ ചെയ്യുന്നുണ്ട്. ഗൊറില്ലയുടെ പോലെ അത്രയ്ക്ക് ടെററൊന്നുമല്ല കേട്ടോ പാണ്ടക്കാരൻ ഒതുങ്ങി നിൽക്കുന്നുണ്ട്. എന്നെ എന്ത് വേണമെങ്കിലും നിങ്ങൾ ചെയ്ത കുട്ടികളെ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നിൽക്കുമ്പോൾ അതാ പുറകിലൊരു സംഭവം. ബ്രഹ്മാവിന്റെ വരബലത്താൽ ശക്തനായി മാറിയ അന്ധകാസുരൻ പാർവതി ദേവിയെ അപഹരിക്കാൻ ശ്രമിച്ചു. ആദിദേവനായ മഹാദേവൻ മഹാദേവൻ്റെയും കാളിയുടെയും ഒരു ടേബിൾ. അത് കഴിയുന്നത് അവർ പോകണം. 1-2 പ്രാവശ്യം കാണിക്കുന്നവർക്ക് അവരുടെ കഴിഞ്ഞു, അവരുടെ അത്രയ്ക്ക് ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. അതായത് ഒരു പോപ്പറിൻ്റെതാണ് കേട്ടോ. അപ്പോൾ ഈ പോപ്പർ പൊട്ടിക്കാനായിട്ട് റെഡി ആയിട്ട് നിൽക്കായിരുന്നു. അപ്പോൾ 3 പേരും കൂടി പോയിട്ട് ഞങ്ങൾ പോപ്പറിൻ്റെ ഇടയിൽ പോയി നിന്നിട്ട് മഴ പോലെയൊക്കെ കാണിക്കാമെന്ന് പറഞ്ഞ് പോയി നിന്നു. എന്തിനാ പറയണേ, പോപ്പർ അപ്പുറത്തെ സൈഡിലാണ് പൊട്ടിയത്. 3 ശശിയായിട്ട് നോക്കി നിൽക്കണ കണ്ട. അറിയാത്ത പോലെ നിൽക്കുക. അതെനിക്ക് മാത്രമേ മനസ്സിലായുള്ളൂ. ഞാൻ അറിയാത്ത പോലെ ക്യാമറ മാറ്റി അങ്ങോട്ട് നോക്കി.